നമുക്ക് 10-ാം വാക്യത്തിലേക്ക് പ്രവേശിക്കാം. 10-ാം വാക്യത്തിൽ, എന്നാൽ അന്ന് ശബത്ത് ആയിരുന്നു. ആകയാൽ യഹൂദന്മാർ സൗഖ്യം പ്രാപിച്ചവനോട്, ഇന്ന് ശബത്താകുന്നു, കിടക്ക എടുക്കുന്നത് ഒക്കത്തില്ല, വിഹിതമല്ല എന്ന് പറഞ്ഞു. അവൻ അവരോട്, എന്നെ സൗഖ്യമാക്കിയവൻ കിടക്കയെടുത്ത് നടക്ക എന്ന് എന്നോട് പറഞ്ഞു. നമ്മളൊരു വേറൊരു മർമ്മം ഇവിടെ പഠിക്കാൻ പോവാണ്. അതായത്, നിങ്ങൾ കർത്താവിൻ്റെ എല്ലാ അത്ഭുതങ്ങളും എടുത്ത് പരിശോധിച്ചോളൂ. ഒരത്ഭുതം നടന്നാൽ അവിടെ ഒരു കുത്തിത്തിരിപ്പ് ഉടനെ ഉണ്ട്. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഇത് യഹൂദന്മാരുണ്ടാക്കുന്ന കുത്തിത്തിരിപ്പാണ് എന്നാണ്. യഹൂദന്മാരാണ് ഉണ്ടാക്കുന്നതെങ്കിലും അവരെ അങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ഒരു അരൂപി അവിടെ കാണും. അത് കർത്താവ് അത്ഭുതം നടത്തിയെന്ന് മാത്രമല്ല, ഏത് ദൈവ ശുശ്രൂഷ നടത്തിയാലും ഈ ശുശ്രൂഷ നടത്തുന്നതിനും ആ ശുശ്രൂഷയിൽ പങ്കെടുത്തവരുമൊക്കെ പ്രത്യേകമായൊരു ദൈവ കരവലയത്തിൽ അല്ല എന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു കുത്തിത്തിരിപ്പ് പ്രതീക്ഷിച്ചു കൊള്ളണം. ഇതുണ്ടാവും. ദൈവാത്മാവ് എവിടെയെങ്കിലും പ്രവർത്തിക്കാൻ തുടങ്ങിയോ ഉടനെ തന്നെ അശുദ്ധാത്മാവിൻ്റെ ഒരു വ്യാപാരം ഉണ്ടാവും. അത് 2 രീതിയിലുണ്ടാവും. ഒന്ന്, അശുദ്ധാത്മാവിന് ഈ സംഗതി ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ അവൻ ഇതിനെ തകർക്കുവാനുള്ള ക്രമീകരണം പദ്ധതിയിടും. സാത്താൻ അവൻ്റെ തന്ത്രങ്ങളെ ആവിഷ്കരണം ചെയ്യും. ഒന്നത്. 2, ഒരു ദുരാത്മാവിനെ ശാസിച്ചാൽ ആ ദുരാത്മാവ് അവനിൽ നിന്ന് ഇറങ്ങുന്നു. പക്ഷെ ഇറങ്ങിയ ദുരാത്മാവിന് എവിടെയെങ്കിലും കയറിയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആ ദുരാത്മാവ് ഒന്നുകിൽ ഇറക്കി വിട്ടവനിലേക്ക് കയറാൻ നോക്കും, അല്ലെങ്കിൽ അവൻ്റെ കൂടെയുള്ളവരിലേക്ക് കയറാൻ നോക്കും, അല്ലെങ്കിൽ ആ പ്രദേശത്ത് തന്നെ ഒരു അസംഭവ്യമായ ദൈവികമല്ലാത്ത ഒരു കാര്യം ചെയ്യുവാൻ ശ്രമിക്കും. യേശുവിൻ്റെ അടുത്ത് ഇവൻ അഭ്യാസം നടക്കാത്തതുകൊണ്ടാണ് ദുരാത്മാവ് അവിടുന്ന് ഇറങ്ങി ഓടിപ്പോയി ആ പരിസരത്തുള്ളവരിലേക്ക് കയറുവാൻ നോക്കുന്നത്. യഹൂദന്മാരാണെങ്കിൽ ആ റിസപ്റ്റീവ് മോഡിലിരിക്കുകയുമാണ്. തങ്ങളുടെ ഉള്ളിലേക്ക് ദുരാത്മാവ് കയറത്തക്കവണ്ണമുള്ള റിസപ്റ്റീവ് മോഡിലാണ് അവരിയ്ക്കുന്നത്. ശിഷ്യന്മാരിലും നടക്കുന്നില്ല. കാരണം അവർ കർത്താവിൻ്റെ കരവലയത്തിലാണ്, അല്ലെങ്കിൽ ആ പ്രാഭവലയത്തിൽ നിൽക്കുന്നതുകൊണ്ട് അവരിലേക്കും കയറുവാൻ പറ്റുന്നില്ല. എങ്കിലും ഇടിച്ച് പല തവണ കയറിയിട്ടുണ്ട്. ശിഷ്യന്മാർ തന്നെ ഭിന്നതയൊക്കെ ഉണ്ടാകുന്നത് ഇവൻ്റെ പ്രവർത്തനമാണ്. അത് കർത്താവിനറിയാം. അതുകൊണ്ടാണ് കർത്താവ് ശാസിക്കുന്നത് അവരെ. യോഹന്നാനെ ശാസിച്ചതുകൊണ്ടാണ്. യോഹന്നാനെ അല്ല ശാസിക്കുന്നത്, ദുരാത്മാവിനെയാണ്. അപ്പോൾ ഈ 2 രീതിയിലും ഈ അശുദ്ധ അരൂപി നമ്മുടെ ശുശ്രൂഷയെ തകർക്കുവാൻ തയ്യാറായി നമ്മുടെ മുമ്പിൽ നിൽപ്പുണ്ട് എന്ന് അറിഞ്ഞിട്ട് വേണം എല്ലാ ശുശ്രൂഷയും ചെയ്യുവാൻ. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, സാത്താൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവർ അല്ലല്ലോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് അറിഞ്ഞിരിക്കണം. അറിഞ്ഞിരുന്നാൽ മാത്രം പോരാ, ജയിക്കണമെന്നുണ്ടെങ്കിൽ തന്ത്രം അറിഞ്ഞിട്ട് മാത്രം കാര്യമുണ്ടോ? നമ്മൾ അതിൻ്റെ കൗണ്ടർ തന്ത്രം മെനയണം. അത് ആത്മീയമായി പരിശുദ്ധാത്മാവിൻ്റെ കൃപയിലായിരിക്കുമ്പോൾ കർത്താവ് അത് കൃത്യസമയത്ത് കൊണ്ടുവന്ന് പഠിപ്പിച്ച് തന്നോളും. നമ്മളതിനെപ്പറ്റി കൂടുതൽ ബോധേഡാവണ്ട. പക്ഷേ കംപ്ലീറ്റ് സറണ്ടർ ഉണ്ടായാൽ പരിശുദ്ധാത്മാവ് കൃത്യസമയത്ത് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരും. നിങ്ങൾ എവിടെയെങ്കിലും പോയി ന്യായാധിപ സംഘത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ എന്തു പറയണ്ടു, എങ്ങനെ പറയണ്ടു എന്ന് വിചാരിച്ച് ഭാരപ്പെടേണ്ട. ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് അത് ബോധ്യം വരുത്തും. കാരണം ആ സ്പോട്ടിൽ ചിലപ്പോൾ പിശാച് തന്ത്രങ്ങൾ മാറ്റും. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു ഉദാഹരണമുണ്ട്. അതായത് ഫുട്ബോൾ കളിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, 11 പേരാണ് കളിക്കുന്നത്, ഇപ്പുറത്തും 11 പേരുണ്ട്. കോർട്ടിലിറങ്ങി കഴിഞ്ഞാൽ പിന്നെ കോച്ചും ഇല്ല, പഠിപ്പിച്ച ആളുമില്ല, ആരുമില്ല, ഇവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാണ് ഒരു ടീമിന് മനസ്സിലായത് നമ്മൾ പഠിച്ച സ്ട്രാറ്റജി അല്ല ഈ ഓപ്പോസിറ്റ് ടീം ചെയ്യുവാൻ പോകുന്നത് എന്ന്. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? സ്പോട്ടിൽ കൗണ്ടർ സ്ട്രാറ്റജി മെനയും. ആ മെനഞ്ഞതിൻ്റെ ഒരു ഊർജം സംഭരിക്കുന്നതാണ് എല്ലാവരും കൂടെ തോളത്ത് കൈയൊക്കെ ഇട്ടുന്ന ഒരു ഹുറയൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ?
സ്പോട്ടിൽ സ്ട്രാറ്റജി മാറ്റും. കോച്ച് പഠിപ്പിച്ചതൊക്കെ വേറെ സംഗതി, സെമിനാരിയിൽ പഠിപ്പിച്ചതൊക്കെ കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ പള്ളി വരുമ്പം സ്ട്രാറ്റജി വേറെ മാറ്റേണ്ടി വരും. കുടുംബജീവിതത്തിൻ്റെ കൗൺസിലിങ്ങിന് പോയി അച്ഛൻ പറഞ്ഞു തന്ന കാര്യങ്ങളും അല്ലെങ്കിൽ കൗൺസിലർ പറഞ്ഞു തന്ന കാര്യവും വേദത്തിൽ നിന്ന് പഠിച്ച കാര്യങ്ങളുമൊക്കെ എല്ലാം ഉണ്ട്. ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ചിലപ്പോൾ സ്പോട്ടിൽ ഇതൊന്നും ആയിരിക്കില്ല അപ്ലൈ ചെയ്യുന്നത്. അതിനാണ് പേഴ്സണൽ ടച്ച് ദൈവവുമായിട്ട് വേണം, യേശുക്രിസ്തുവുമായിട്ട് വേണമെന്ന് പറയുന്നത്. എങ്കിലേ പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. മോനെ, ഇവിടെ ഇങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, ഇവിടെ ഇങ്ങനെയാണ്, നീ അങ്ങോട്ട് പോ, ഇങ്ങോട്ട് പോ. നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ എങ്ങോട്ട് പോകണമെന്നുള്ള ഒരു ശബ്ദം പിന്നിൽ നിന്ന് നിങ്ങൾ കേൾക്കും. അത് കേൾക്കും. അപ്പം കൃത്യമായ പാതയിലേക്ക് പിശാചിൻ്റെ തന്ത്രങ്ങളിൽ നിന്ന് മാറിപ്പോകുവാൻ ഈ ശബ്ദം നമ്മൾ കേൾക്കേണ്ടതുണ്ട്. ഈ ശബ്ദം കേൾക്കണമെങ്കിൽ ഈ ശബ്ദം പരിചിതമായിരിക്കണം. ഈ ശബ്ദം പരിചിതമാകണമെങ്കിൽ വചനത്തിൽ കൂടിയും പേഴ്സണൽ പ്രാർത്ഥനാ ബന്ധത്തിൽ കൂടിയും അല്ലാതെ കിട്ടില്ല. നിങ്ങൾ എത്ര കുർബാനയ്ക്ക് വന്നതെന്ന് പറഞ്ഞാലും ഇത് അവിടുന്ന് കിട്ടിയിട്ട് വേണം കുർബാനയ്ക്ക് വന്ന് നിൽക്കാൻ. അപ്പോൾ ഇത് കർത്താവ് ബോധവിചാര മണ്ഡലങ്ങളെ ഉയരത്തിലേക്ക് ഉയർത്തും. അല്ലെങ്കിൽ ഇവിടെ നിന്ന് പറയാമെന്നുള്ളതേ ഉള്ളൂ, ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ ഇരിക്കുന്നു എന്ന് ഇവിടെ നിന്നുകൊണ്ട് പറഞ്ഞിട്ട് ഇവിടെ തന്നെ നിൽക്കും, വീട്ടിലെ കാര്യമൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കും. ചൊല്ലത്തൊക്കെ ഇങ്ങനെ നടക്കും, ഇങ്ങനെ വായിക്കൂടെ ഇങ്ങനെ ചൊല്ലി പോവും. പക്ഷേ ഈ വ്യക്തിപരമായ യേശുവിനോടുള്ള സ്നേഹവും ആവേശവും ആഗ്രഹവും മധുരവും ഒക്കെ ഉള്ളിൽ വർദ്ധിക്കുന്നവനെ കർത്താവ് എടുത്ത് പൊക്കും. നിങ്ങൾ പാദ്രേ പിയോ എന്ന് പറഞ്ഞൊരു ഡൊമിനിഷ്യൻ ഫാദറിനെ പറ്റി കേട്ടിട്ടുണ്ടോ? പാദ്രേ പിയോ, അത് യൂട്യൂബിൽ പോയി ഒന്ന് നോക്കണം. സെമിനാറിലൊക്കെ പഠിക്കുമ്പം ഇങ്ങനെ ഭയങ്കര കുസൃതി ചെറുക്കനായിരുന്നു, പഠിക്കത്തൊന്നുമില്ല. പക്ഷേ ഒരു യേശുവിൻ്റെ ഒരു അനുഭവം കിട്ടിക്കഴിഞ്ഞ് അദ്ദേഹം ഈ കാൽവറി യാഗത്തെയാണ് എപ്പോഴും ഇത് ഓർക്കുന്നത്. ഓർത്തിട്ടങ്ങ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിറയുക, എപ്പോഴും കരയുക. കുർബാന ചൊല്ലുമ്പോൾ പൊങ്ങിപ്പോകുമായിരുന്നാണ് പറയുന്നത്. തന്നെ ശരീരം, മനസ്സല്ല, ശരീരം. അപ്പം ബോധവിചാര ഹൃദയ മണ്ഡലങ്ങളെ ദൈവസന്നിധിയിലേക്ക് ദൈവം ഉയർത്താൻ നമ്മൾക്ക് യേശുവുമായിട്ട് പേഴ്സണൽ എൻകൗണ്ടർ എന്ന് തന്നെ അതിന് പറയുന്നത്. അത് നമ്മൾ അതിനുള്ള സമയം കണ്ടെത്തിയെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. വചനധ്യാനവും പ്രാർത്ഥനയും അത്യന്താപേക്ഷിതമാണ്. അല്ലെങ്കിൽ ഏത് വലിയ പോപ്പും ഏത് വലിയ ബിഷപ്പും ഏത് വലിയ അച്ഛനും ഏത് ഷമ്മാശനും ഏത് വിശ്വാസിയും തകർന്നു പോകും. തകരുന്നത് അവിടെ അറിയത്തുമില്ല. അതാണ് പ്രശ്നം. ഈ ബന്ധമില്ലാതെ ഈ കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റും, ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും. ആത്മാവില്ലാത്ത ആധ്യാത്മിക എന്ന് പറയപ്പെടുന്ന ജീവിത രീതി. പൗലോസ്ലീഹ പറയുന്നില്ലേ, ഞാൻ ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. രണ്ടും ആവശ്യമാണ്. പക്ഷേ ബുദ്ധി കൊണ്ട് മാത്രമായി കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന രീതിയിൽ നിന്ന് തന്ത്രങ്ങളെ മെനയാനുള്ള സ്ട്രാറ്റജി കർത്താവ് പറഞ്ഞു തരില്ല, പറയാൻ പറ്റില്ല, ബ്ലോക്കാക്കി നമ്മൾ വെച്ചിരിക്കുക. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് സാത്താൻ്റെ തന്ത്രങ്ങളെപ്പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ഭവനത്തിലായാലും ദേവാലയത്തിൽ താമസിക്കുന്നവരായാലും നമ്മൾ ഏത് ജീവിത രീതിയിൽ ജീവിക്കുന്നവരായാലും നമുക്ക് ഒരു ആധ്യാത്മിക ചൈതന്യം നമ്മളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ തകർക്കുവാനുള്ള തന്ത്രങ്ങളുമായിട്ട് സാത്താനും നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളൊരു ബോധ്യത്തിൽ വേണം ജീവിക്കാൻ. അവനെ പേടിക്കാനല്ല, അവൻ നമ്മളെ ഭയപ്പെടണം. അതിനാണ് അവൻ നമ്മളെ ഭയപ്പെടണം എന്നുണ്ടെങ്കിൽ ഈ വ്യക്തിപരമായ ബന്ധമുണ്ടായിരിക്കണം. അതുകൊണ്ട് കുടുംബജീവിതത്തിലും ഏത് ജീവിതത്തിലായാലും ആശ്രമ ജീവിതത്തിലായാലും കൊള്ളാം, നമുക്ക് ഈ വ്യക്തിപരമായ ബന്ധം കർത്താവിനോട് ഉണ്ടാക്കുവാൻ സാധിച്ചില്ലെന്നുണ്ടെങ്കിൽ പിശാച് തന്ത്രങ്ങളെ മെനയും നമ്മൾ ആ തന്ത്രത്തിൽ അറിയാതെ കുടുങ്ങിപ്പോവുകയും ചെയ്യും. നമ്മൾ അറിയില്ല, നമ്മൾ ചെയ്യുന്നത് നന്മയാണെന്ന് തോന്നിക്കൊണ്ട് നമ്മൾ ചെയ്യുന്നത് വലിയ കുഴിയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കത്തക്കവണ്ണമുള്ള പ്രവർത്തനങ്ങളായിരിക്കും. വീണ് കഴിഞ്ഞായിരിക്കും നമ്മൾ അറിയുന്നത്. വീണ് കഴിയുമ്പോൾ നമ്മളത് തിരിച്ച് പിന്നെ ഇതിനെ ഓവർകം ചെയ്ത് വരണ്ടേ? എന്തിനാ ഈ പരിപാടിക്ക് പോകുന്നത്? നമ്മളെന്താ ചെയ്യേണ്ടത്? മുന്നമേ
അവൻ്റെ രാജ്യവും നീതി അന്വേഷിച്ച് കർത്തൃ സാന്നിധ്യം എപ്പോഴും സദാസമയം, മധ്യസംഭാപത്തിൻ്റെ പ്രാർത്ഥന കേട്ടെ, സദാസമയവും എന്നോട് കൂടെ ഇരിക്കണമേ എന്നുള്ളതാണ്. അല്ല ഞാൻ മീറ്റിങ്ങിന് പോകുമ്പോൾ കർത്താവിനെ ഇവിടെ വെച്ച് പോവല്ല. കല്യാണത്തിന് പോകുമ്പോൾ കർത്താവ് ഇവിടെ ഇരിക്കട്ടെ, ഞാൻ കല്യാണത്തിന് പോയിട്ട് വരട്ടെ, അല്ല. എവിടെ പോയാലും എങ്ങനെ പോയാലും യേശു സാന്നിധ്യ ബോധം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്കെതിരെ വരുന്ന സാത്താൻ്റെ ശക്തികളെ തോൽപ്പിക്കുവാനുള്ള ആയുധം പരിശുദ്ധാത്മാവ് തന്നെ കൃത്യസമയത്ത് മെനഞ്ഞു തരും. 11-ാം വാക്യം, അവൻ അവരോട്, ആരോടാണ്? ഈ രോഗി, അതായത് സൗഖ്യമായവൻ അവരോട്, എന്നെ സൗഖ്യമാക്കിയവൻ കിടക്കയെടുത്ത് നടക്കുക എന്നോട് പറഞ്ഞു എന്നുത്തരം പറഞ്ഞു. അപ്പോൾ ഇവർ ചോദിച്ചത് എന്താണ്? ശബത്തിൽ കിടക്കയെടുത്ത് നടക്കുന്നത് വിഹിതമല്ല, നിയമം കൊണ്ടുവരുവാണ്. നിയമം. ശബത്തിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനുണ്ട്. ശബത്തിൽ കിടക്കയെടുത്ത് നടക്കുന്നത് വിഹിതമല്ല. പിന്നെ എന്താണ് വിഹിതം? വിശ്രമിക്കുന്നതാണ് വിഹിതം, അതായത് ചുമ്മാതിരിക്കുന്നതാണ്. നീ അവിടെ കിടക്കുവാണെങ്കിൽ അവിടെ കിടന്നോണം. ഇങ്ങനെയാണ് ശബത്തിനെ പറ്റി യഹൂദന്മാർ ധരിച്ചിരുന്നത്. എങ്ങനെയാണ് ശബത്തുണ്ടായത്? ശബത്തുണ്ടായത് എങ്ങനെയാണ്? 6 ദിവസം ദൈവം സൃഷ്ടികർമ്മങ്ങൾ നടത്തി, 7-ാം ദിവസം വിശ്രമിച്ചു. എന്താണ് വിശ്രമം? ഈ മരണ ശുശ്രൂഷയിൽ നല്ലൊരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, ഇവൻ്റെ ആത്മാവിനെ നിൻ്റെ വിശ്രാമ സ്ഥലത്ത് എത്തിച്ചുകൊള്ളണമേ. എന്താണ് വിശ്രമം? ചുമ്മാ ഇരിക്കുന്നതാണോ വിശ്രമം? ചുമ്മാതിരിക്കുന്ന അല്ല വിശ്രമം. ഈ നേരത്തെ നമ്മൾ പഠിച്ച 2 വാക്കുകളിൽ ആക്ഷൻ, ആക്ടിവിറ്റി ഓർമ്മയുണ്ടോ? ആക്ഷൻ ആൻഡ് ആക്ടിവിറ്റി മറന്നുപോയി. ഒന്നും കൂടെ പറഞ്ഞുതരാം. 2 വാക്കുകൾ, ആക്ഷൻ ആൻഡ് ആക്ടിവിറ്റി. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും 3 നേരവും സമയം വെച്ച് കൃത്യമായിട്ട് വിശന്നാലും കൊള്ളാം വിശന്നില്ലേലും കൊള്ളാം ഭക്ഷണം കഴിക്കുന്നതിനെയാണ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ശരീരം വിശന്നിട്ട് എനിക്കിനി മുമ്പോട്ട് പോകാൻ പറ്റില്ല, നീ എന്തെങ്കിലും കഴിക്കണം എന്നോട് ആവശ്യപ്പെടുമ്പോൾ ആവശ്യത്തിന് മാത്രം ശരീരത്തിന് നമ്മുടെ ആത്മപ്രേരണയാൽ കൊടുക്കുമ്പോൾ അത് ഭക്ഷിക്കുന്നതിന് ആക്ഷൻ എന്നാണ് പറയുന്നത്. വ്യത്യാസം മനസ്സിലായോ? അതായത് നമ്മൾ ഓരോ കാര്യങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്ത് എൻഗേജ് ചെയ്ത് ഓരോ കാര്യം കൃത്യതയോടെ നടത്തുന്നതൊക്കെ കൊള്ളാം. പക്ഷേ അത് ആക്ഷനിലേക്ക് വരണം. അതായത് ദൈവാത്മാവിലാവണം. ദൈവാത്മാവിൽ ആയിരിക്കുന്ന അവസ്ഥയാണ് ശ്രമമെന്ന് പറയുന്നത്. ഏദൻ തോട്ടത്തിൽ ദൈവം ആദമിൻ്റെയും ഹവ്വയുടെയും കൂടെ നടന്നു എന്ന് പറഞ്ഞാൽ ആദമിൻ്റെയും ഹവ്വയുടെയും കൂടെ വിശ്രമിച്ചു. അവൻ നിങ്ങളുടെ ഇടയിൽ പാർത്തു, കൃപയും സത്യമുള്ളവനായി നിങ്ങളുടെ ഇടയിൽ പാർത്തു, നിങ്ങളുടെ ഇടയിൽ കൂടാരമടിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങളോടുകൂടെ അവൻ വിശ്രമിച്ചു. നിങ്ങൾ പോകുന്നിടത്തും വരുന്നിടത്തും എപ്പോഴും കർത്താവ് നമ്മോടുകൂടെ, ഇമ്മാനുവേൽ. ഇതാണ് വിശ്രമം. ഇതിനെ ജഡീകമായ നിയമമാക്കി മാത്രം അധപ്പതിപ്പിച്ച് യഹൂദന്മാർ വ്യാഖ്യാനിക്കുവാൻ തുടങ്ങി. 38 കൊല്ലമായി ആ കൊളക്കടവിൽ കിടന്നിരുന്ന ആ രോഗി അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രയാസത്തിൻ്റെ ഒരു തരി പോലും മനസ്സിലാവാതെ അവർ അവനോട് പറയുകയാണ്, ആ സൗഖ്യമായവർക്ക് കൊള്ളാം, നീ അവിടെ തന്നെ കിടന്നോ, ഇന്ന് ശബത്താണ്. നിയമമാണ് പോലും. അപ്പോൾ ഇതിനെയൊക്കെയാണ് കർത്താവ് കൃപയിൽ പൊട്ടിച്ചു കളയാണ്. അതിലേക്ക് നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ, ഈ കൃപ വർദ്ധിച്ച് നമ്മളിൽ പെരുമാറണമെന്നുണ്ടെങ്കിൽ ഈ പേഴ്സണൽ ബന്ധം ഉണ്ടായേ പറ്റത്തുള്ളൂ. യഹൂദന്മാർക്ക് മുമ്പിൽ കർത്താവിനെ കണ്ടിട്ട് പോലും മനസ്സിലാവുന്നില്ല, വ്യക്തിപരമായ ബന്ധമില്ല. ഈ വ്യക്തിപരമായ ബന്ധത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മുടെ ബോധതലത്തിൽ നിറഞ്ഞു വരുന്ന ഒരു കോൺഷ്യസ്നെസ് ഉണ്ട്. അതിങ്ങനെ വർദ്ധിച്ച് നമ്മളുടെ ബോധം സദാസമയവും യേശുമയം ആകും. എന്ന് പറഞ്ഞാൽ വേറെ ഒരു കാര്യം നമ്മൾ ചെയ്യത്തില്ല എന്നുള്ളതല്ല, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പോലും അറിയാതെ യേശുവിൽ ചെയ്യാൻ തുടങ്ങും.
അതാണ് ഫ്രീഡം ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. ആ അവസ്ഥയിൽ നമ്മുടെ ബോധതലം എത്തിച്ചേരുന്ന അവസ്ഥയ്ക്കാണ് ക്രൈസ്റ്റ് കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്. ഞാൻ ഈ പുസ്തകത്തിൽ നിന്ന് ഒരു ഭാഗം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. നമ്മൾ നേരത്തെ ഈ പുസ്തകത്തിൽ നിന്ന് പഠിച്ച ഭാഗങ്ങൾ ചുരുക്കി ഒന്ന് ആദ്യം പറയാം. അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് പഠിച്ചെങ്കിലേ ഇത് മനസ്സിലാകത്തുള്ളൂ. അതായത് നമ്മളെന്താ നേരത്തെ പഠിച്ചത്? നേരത്തെ പഠിച്ചൊരു കാര്യമുണ്ട്. ഒരു ആദ്യത്തെ അനുഭവത്തിൽ ഇൻ ദ ബിഗിനിങ് ഫിയർ ഓഫ് ഗാഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം എന്നുള്ള രീതിയിൽ ദൈവാത്മാവുമായിട്ട് നമ്മൾ അടുക്കുമ്പോൾ നമുക്ക് മുന്നമേ നമ്മൾ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെപ്പറ്റി ഒരു ഷെയിംഫുൾ നേച്ചർ നമുക്ക് ഉണ്ടാവണം എന്നത് പറയുകയാണ്. അത് നമ്മളത് നാണിച്ചിരിക്കാൻ വേണ്ടിയല്ല, അതിനെപ്പറ്റി ദിവസവും അനുതാപത്തോടുകൂടി ഓർത്ത് ആ പുതിയ കൃപ ശക്തി പ്രാപിക്കാൻ വേണ്ടിയാണ്. മനസ്സിലായോ? റിപ്പൻറ്റൻസ് ആൻഡ് ആ ഷെയിംഫുൾ നേച്ചറിൽ നമ്മൾ കണ്ണുനീരൊലിപ്പിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായും ഇതിനെ ഇറാഡിക്കേറ്റ് ചെയ്യുവാനുള്ള ശക്തി നമ്മളിൽ വന്നു ചേരുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യം നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അങ്ങനെ നമ്മളുടെ ആസക്തികളെയെല്ലാം, അതായത് നമ്മൾ ആദ്യം പറഞ്ഞ ഈ മടുപ്പിനെയെല്ലാം അതിജീവിച്ച് അവിടെയെല്ലാം ആനന്ദത്തിൻ്റെ അനുഭവത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരും. എന്നിട്ട് വീണ്ടും പറയുകയാണ്, ഇതിന് മറ്റൊരു തലം കൂടെയുണ്ട്. അതായത് ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടുമ്പോൾ എല്ലാ കാര്യത്തെയും ദൈവത്തിൽ നമുക്ക് കാണുവാനും എല്ലാ കാര്യങ്ങളിലും ദൈവമുണ്ട് എന്ന് കാണുവാനും സാധിക്കും. മനസ്സിലായോ? ഇല്ല, ഒന്നുകൂടെ പറഞ്ഞുതരാം. യു ക്യാൻ സീ ഗോഡ് ഇൻ ഓൾ തിങ്സ് ആൻഡ് യു ക്യാൻ സീ ഓൾ തിങ്സ് ത്രൂ ഗോഡ്. മനസ്സിലായോ? എല്ലാ കാര്യത്തിലും ദൈവത്തെ കാണുവാൻ സാധിക്കും, എല്ലാ കാര്യങ്ങളും ദൈവത്തിൽ കൂടെ കാണുവാനും സാധിക്കും. അദ്ദേഹം പറയുന്നൊരു ഉദാഹരണം, ഇപ്പോൾ നിങ്ങൾ സൃഷ്ടിന്മേൽ നോക്കുക. സൃഷ്ടിയിൽ നോക്കുമ്പോൾ 19-ാം സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ ആകാശങ്ങൾ ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു, പകൽ പകലിന് വാക്കിനെ ഉച്ചരിക്കുന്നു, രാത്രി രാത്രിക്ക് അറിവിനെ അറിയിക്കുകയും ചെയ്യുന്നു. അവയുടെ സംഭാഷണം കേൾക്കാത്ത ഭാഷയുമില്ല, വാക്കുകളുമില്ല, ഭൂമിയുടെ എല്ലാ അളവുപോലും. ഇങ്ങനെ ആ വചനം ഇങ്ങനെ പോവുകയാണ്. അതായത് പ്രകൃതിയെ വർണ്ണിക്കുകയാണ് എല്ലാ കാര്യത്തിലും. 84-ാം സങ്കീർത്തനം, സൈന്യങ്ങളെ യഹോവേ തിരുനിവാസം എത്ര മനോഹരം, എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ചു മോഹിച്ചു പോകുന്നു, എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. കുരുകിൽ ഒരു വീടും മുയൽ പക്ഷി കുഞ്ഞുങ്ങൾക്കും ഒരു കൂട് കണ്ടെത്തിയിരിക്കുന്നു, സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ നിൻ്റെ ആകപീഠങ്ങളെ തന്നെ. എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ദൈവത്തെ കാണുകയാണ്. എല്ലാ കാര്യങ്ങളിലും ദൈവിക ഒരു സാന്നിധ്യബോധം നമ്മൾ കാണുകയാണ്. അത് ഈ സ്റ്റേജിലെത്തിയവർക്കേ പറ്റത്തുള്ളത്. നമ്മളുടെ നേരെ ഒരാൾ വന്നാൽ ആ ആളിൽ ഒരു യേശുവിനെ കാണുക. അത് സാധാരണ ഒരു വിശ്വാസ തലത്തിൽ നിന്നുകൊണ്ട് അത് പറ്റില്ല. അതാണ് പറയുന്നത്, ഈ സീ ഗാഡ് ഇൻ ഓൾ തിങ്സ്. പിന്നെ അതിൻ്റെ മറ്റൊരു വശമാണ്, യു ഷുഡ് സീ ഓൾ തിങ്സ് ത്രൂ ഗോഡ്. അദ്ദേഹം ഇവിടെ പറയുന്ന ഈ ഭാഗം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. നെക്സ്റ്റ് വി ഗോ ഓൺ ടു കണ്ടംപ്ലേറ്റ് God's action in history, His judgments and His saving acts and the whole economy or dispensation. ഇതാണ് രണ്ടാമത് പറഞ്ഞ സംഗതി. വിഷ്വലൈസ് എവറിതിങ് ത്രൂ ദ ഐസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ കണ്ണിൽ കൂടി ദൈവം എങ്ങനെയാണ് ഇത് കാണുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതിനുള്ള മാർഗമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അവൻ്റെ ഇൻകാർണേഷൻ, ഡിസ്പെൻസേഷൻ, എക്കണോമി ഓഫ് സാൽവേഷൻ എന്നീ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഈ യന്ത്രം കറങ്ങുന്ന പോലെ ഒരു സൈഡിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണം. ആ സമയത്താണ് മുമ്പിലത്തെ കാര്യം ഇംപ്ലിമെൻ്റ് ആകുന്നത്. എന്താണ് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പോലും അറിയാതെ നമ്മൾ ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിലായിരിക്കും എല്ലാ കാര്യവും ചെയ്യുന്നത്. ഈ രണ്ട് ഭാഗങ്ങളും കൂടെ ചേർന്ന് ഒന്നിച്ചു വരുന്നതിനെയാണ് ക്രൈസ്റ്റ് കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്. അദ്ദേഹം ഇവിടെ പറയുകയാണ്, ഇൻ ടൈം a great simplification takes place. Instead of contemplating all these things separately and in detail, അതാണ് ഇപ്പം പറഞ്ഞത്,
ഇൻസ്റ്റെഡ് ഓഫ് കണ്ടംപ്ലേറ്റിംഗ് ഓൾ ദീസ് തിങ്സ് സെപ്പറേറ്റ്ലി ആൻഡ് ഇൻ ഡീറ്റെയിൽ. അതായത് കണ്ടംപ്ലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ധ്യാനാത്മകമായി ഇത് സെപ്പറേറ്റ് ആയിട്ട് കർത്താവ് വന്നു, കർത്താവ് എനിക്ക് വേണ്ടി മരണം അനുഭവിച്ചു എന്നൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി പോലെ ചിന്തിക്കുന്നതിനേക്കാളും വി കം ടു സീ ദം ഓൾ ആസ് അസ്യൂംഡ് അപ്പ് ഇൻ ക്രൈസ്റ്റ്. എല്ലാം അവനിൽ വന്ന് ചേർന്നിരിക്കുന്നു എന്നുള്ളൊരു ബോധത്തിലേക്ക് നമ്മൾ എത്തിപ്പെടും. ആൻഡ് ഇൻ ഹും ഓൾ ഈസ് ഫുൾഫിൽഡ് ആൻഡ് ദ ഹോൾ കൗൺസിൽ ഓഫ് ഗോഡ് ടുവേർഡ്സ് അസ്. ഇത് തന്നെയാണ് കൊലോസ്യ ലേഖനത്തിൽ പറയുന്നത്. നമുക്ക് കട്ടിയായോ? കൊലോസ്യ ലേഖനത്തിൽ പറയുന്നത് സകലതും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കുമാകുന്നു. ഇതിപ്പോൾ ഇച്ചിരി ഹയർ സ്റ്റേജിൽ ജീവിക്കുന്ന സ്പിരിച്വാലിറ്റി ഉള്ള ആൾക്കാർ എഴുതിയ പുസ്തകമായതുകൊണ്ടാണ് നമുക്ക് അത് എളുപ്പം അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തത്. പക്ഷെ നമുക്കൊന്നും ഇത് അപ്രാപ്യമായ കാര്യമൊന്നുമല്ല. അതുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയും അറിയാൻ വേണ്ടി ഇതൊക്കെ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് അദ്ദേഹം ഇവിടെ പറയുകയാണ്, instead of contemplating all these things separately and in detail, we come to see them all as assumed up in Christ, from whom all things and in whom all is fulfilled, and the whole counsel of God's coming towards us. When the heart becomes pure and love reigns in it, then also the contemplation of Christ becomes habitual in the mind. സെൻറ്റൻസ് ശ്രദ്ധിച്ചോ, എക്സ്പ്ലെയിൻ ചെയ്തു തരാം. When the heart becomes pure and love reigns over it. അങ്ങനെ വരുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ഹൃദയം പ്യൂർ ആയിക്കൊണ്ടിരിക്കും. Then the contemplation of Christ becomes habitual in mind. ഹാബിറ്റ് ആകുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? നമ്മൾ ബുദ്ധിമുട്ടി ഇത് ആലോചിക്കേണ്ടെന്ന്, ഇത് അവിടെ നടന്നോളൂ. ഇത് നമ്മുടെ ഒരു ഹാബിറ്റായിട്ട് അങ്ങ് മാറിക്കോളും. ദ സോൾ ഹാസ് ബിക്കം ക്രൈസ്റ്റ് സെൻറ്റേർഡ്. അദ്ദേഹം പറയുന്ന കാര്യം അതാണ്. ദ സോൾ ഹാസ് ബിക്കം ക്രൈസ്റ്റ് സെൻറ്റേർഡ്, വിച്ച് ഈസ് ക്രൈസ്റ്റ് കോൺഷ്യസ്നസ്. നമ്മുടെ ഉള്ള്, ഇതിനെയാണ് യേശു ഭരിക്കുക, യേശു രാജാവാകുക എന്നൊക്കെ പറഞ്ഞ അർത്ഥം. അല്ലാതെ ഈ തൊപ്പിയും കുപ്പായൊക്കെ ഇട്ട് ഒരാൾ മേളിലിങ്ങനെ ആർപ്പോട്ടത്തോടെ നിൽക്കുക എന്നുള്ളതല്ല. ക്രൈസ്റ്റ് കോൺഷ്യസ്നസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവനാണ് നമ്മളെ ഭരിക്കുന്നത്. ഇപ്പോൾ ക്രൈസ്റ്റ് കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞാൽ ഇച്ചിരിയെങ്കിലും ഒന്ന് പിടികിട്ടിയോ? കുറച്ചെങ്കിലും നമ്മുടെ ഉള്ളിൽ അവൻ വന്ന് നിറയുന്നതാണ്. പൗലോസ് കൊലോസ്യ ലേഖനം 1:14 മുതൽ താഴോട്ടുള്ള ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ക്രൈസ്റ്റ് കോൺഷ്യസ്നസ് എന്നാണ്. അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവ്വസൃഷ്ടിക്കും ആദിജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായുള്ളതും അദൃശ്യമായുള്ളതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലതും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. സകലതും അവൻ മുഖാന്തരവും അവനായിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. അപ്പോൾ നമ്മളും അവൻ്റെ ആധാരമാണ്, ഫുള്ളി ഇൻ ഹിം. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ ക്രൈസ്റ്റ് കോൺഷ്യസ്നസ് എന്ന് പറയുന്നത് ഒരു ഹാബിറ്റായിട്ട് അങ്ങ് മാറും, ഒരു ഹാബിച്വൽ തിങ് ആയിട്ട് അങ്ങ് മാറും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ദർ ഈസ് എ സ്റ്റേജ് ബിയോണ്ട് ദിസ്. കണ്ടോണം, ഇവർ പോകുന്ന വേറെ റൂട്ടിലാണ്, നമുക്കൊന്നും എത്തിപ്പെടാൻ പറ്റാത്തതാണെന്ന് തോന്നും. പക്ഷേ അങ്ങനെയൊന്നും വിചാരിക്കണ്ട, ഇതൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ദർ ഈസ് എ സ്റ്റേജ് ബിയോണ്ട് ദിസ്. ഹൗവർ ദ ഇമാജിനേഷൻസ് ആൻഡ് ദ ഇൻ്റലക്ട് മേ ബി ഡിസിപ്ലിൻഡ്, വി കനോട്ട് truly apprehend God while we cling to visible things and let our minds dwell upon images of such things. അതായത് ഇദ്ദേഹം പറയുന്നത്, ഈ പറയുന്ന ദേഹിയുടെ മണ്ഡലം തന്നെ, ബോധവിചാര മണ്ഡലങ്ങൾ, നമുക്കിവനെ അത്ര പെട്ടെന്ന് അപ്രിഹെൻഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എത്ര സൂക്ഷിച്ചാലും ഇവൻ എപ്പോഴും ക്ലിങ്ങിങ് സ്റ്റേജിലാണ്. ആത്മാവിനെ അനുസരിക്കാം, ജഡത്തെ അനുസരിക്കാം. കൂടുതലും ഇവൻ ജഡത്തിൻ്റെ പുറകെ പോകുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പം അതിനുള്ള പരിഹാരമാണ് ഈ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചു, അതായത് നമ്മുടെ മനസ്സ് കയ്യാലപ്പുറത്തിരിക്കുന്ന ഒരു തേങ്ങ പോലെയാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഇത്രയും വലിയ കടികെട്ടിയ ഭാഷയിലൊക്കെ പറയുമ്പോഴാണ് നമുക്കിത് മനസ്സിലാകാത്തത്. നമ്മുടെ മനസ്സ്, ഹൃദയബോധ വിചാര മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് കയ്യാലപ്പുറത്തിരിക്കുന്ന ഒരു തേങ്ങ പോലെയാണ്. അത് വേണമെങ്കിൽ ആത്മാവിനെ വേണേ അനുസരിക്കാം, ജഡത്തെ അനുസരിക്കാം. ഈ ബോധമനസ്സിന് അറിയാം ആത്മാവിനെ അനുസരിക്കുന്നതാണ്
ന്യായം, അല്ലെങ്കിൽ അതാണ് അതിൻ്റെ ശരിയെന്നറിയാം. പക്ഷെ ശരീരം വല്ലാതെ ഇവനെ പിടിച്ചിങ്ങോട്ട് വലിക്കുന്നതുകൊണ്ട് മനസ്സില്ലാ മനസ്സോടെ ഈ ബോധമനസ്സ് ശരീരവുമായിട്ട് സഹകരിച്ചങ്ങ് പോകും. ഇതാണ് മനുഷ്യൻ പാപത്തിൽ വീഴുന്നതിൻ്റെ കാര്യം. അപ്പോൾ ഇതിനെ എങ്ങനെ നിയന്ത്രിക്കാമെന്നുള്ളതാണ് ഇവർ പറയുന്നത്. യു ഷുഡ് സീ എവറിതിങ് ഇൻ ഗോഡ് ആൻഡ് ഗോഡ് ഇൻ എവറിതിങ് എന്നുള്ള കാര്യത്തിൽ വളരെ ശ്രദ്ധയോടെ നമ്മൾ അതിനെ ഹാബിച്വൽ ആക്കിയില്ല എന്നുണ്ടെങ്കിൽ ഈ മനസ്സ് നമ്മളിൽ നിന്ന് പാളിപ്പോവും. പിടികിട്ടുന്നുണ്ടോ? അതായത് ഈ നമ്മളെല്ലാവരും ഈ മനസ്സ് പാളിപ്പോയി പാപത്തിൽ പോയി വീഴുന്നതിൻ്റെ കാര്യം ഈ ക്രൈസ്റ്റ് സെൻറ്റേഡ് അല്ലാത്തതുകൊണ്ടാണ് എന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. ഈവൻ ക്രൈസ്റ്റ് ഹിംസെൽഫ്, ഹൂ ഈസ് ദ ഹാർട്ട് ആൻഡ് സെൻറ്റർ ഓഫ് ദ വിസിബിൾ യൂണിവേഴ്സ്, ഈസ് നോട്ട് ട്രൂലി നോൺ ഇഫ് ഹി സ്റ്റോപ്പ് ഷോർട്ട് അറ്റ് ഹിസ് ഹ്യൂമൻ നേച്ചർ. ഈ സൃഷ്ടിയിലുള്ള ദൈവം തന്നിട്ടുള്ള വ്യാപാര മേഖലകളിൽ ദൈവത്തെക്കാൾ കൂടുതൽ നമ്മൾ സ്നേഹം കൊടുക്കുവാനുള്ള സാധ്യത നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട്. അതങ്ങനെ കിടക്കുകയാണ്. ദൈവമാണ് ഇത് തന്നത് എന്നറിയാം എങ്കിലും ദൈവം തന്ന ഈ സൃഷ്ടിയിലുള്ള പല കാര്യങ്ങളോടും ദൈവത്തെക്കാൾ കൂടുതൽ ഇഷ്ടം തോന്നുവാനുള്ള താല്പര്യം നമ്മുടെ ഉള്ളിൽ ഈ ബോധവിചാര മണ്ഡലങ്ങളിൽ ഈ പിശാച് ജനിപ്പിക്കും. അത് നമ്മൾ വിചാരിക്കുന്ന മേഖലകളൊന്നും ആയിരിക്കണമെന്നില്ല. ഉദാഹരണം പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ ആര് തന്നതാണ്? ദൈവം തന്നതാണ്. നമുക്കറിയാം, നമ്മൾ ജനിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഇതൊക്കെ വലിയ അഭിമാനത്തോട് പറയും, എൻ്റെ കുഞ്ഞിനെ എൻ്റെ ദൈവം തന്നതാണ്. പക്ഷേ അവസാനം യേശു തന്നതാണെന്നുള്ള ബോധ്യമില്ലാതെ കുഞ്ഞിനെ നമ്മൾ അമിതമായി സ്നേഹിക്കുവാൻ തുടങ്ങും. സ്നേഹത്തിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഈ സംഗതി പതുക്കെ അങ്ങോട്ടങ്ങ് മാറും. ആര്? ക്രൈസ്റ്റ് സെൻറ്റേഡ് പോയിൻ്റ് അങ്ങോട്ട് മാറും. അന്നേരം എന്ത് സംഭവിക്കും? ഈ കുഞ്ഞുങ്ങൾ പതുക്കെ മാതാപിതാക്കളോട് അവർക്കിഷ്ടമില്ലാത്ത രീതിയിൽ ബിഹേവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇതെന്താണ് ഇങ്ങനെ എന്നൊക്കെ ചോദിച്ച് നമ്മൾ പതുക്കെ അവലാതിപ്പെടാൻ തുടങ്ങും. എന്താ കാര്യം? ഈ കുഞ്ഞുങ്ങളെ യേശുവിൻ്റെ സ്ഥാനത്ത് നിന്ന് അധികമാക്കി വെച്ചു. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, എന്നെക്കാൾ കൂടുതൽ അപ്പനെയോ അമ്മയോ സഹോദരനെയോ സഹോദരിയോ മക്കളെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ലോകപരമായ രീതിയിൽ അതിനെ കാണരുത്. ഇത് വേറൊരു ആംഗിളിൽ മുമ്പേ പറഞ്ഞ യു ഷുഡ് സീ എവരിതിങ് ത്രൂ ദ ഐസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഒരു ആംഗിൾ കണ്ടില്ലെങ്കിൽ ചില വചനങ്ങൾ കർത്താവിൻ്റെ ദുർവ്യാഖ്യാനിക്കപ്പെടും. ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാനല്ല വന്നിരിക്കുന്നത്, സമാധാനമല്ല ഒരു വാളത്രേ വരുത്തുവാൻ വന്നിരിക്കുന്നു. അപ്പനെ മക്കളോടും ഭാര്യയെ ഭർത്താവിനോടും ഭിന്നിപ്പിക്കുവാൻ അത്രേ വന്നിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വേറെ ആംഗിളിലൂടെ കണ്ടില്ലെങ്കിൽ ഈ ഭിന്നിപ്പൊക്കെ ലോകപരമായ രീതിയിൽ വ്യാഖ്യാനിച്ച് ഇന്ന് പല നിരീശ്വരവാദന്മാരും ഈ വചനമൊക്കെ എടുത്താണ് യേശുവിനെ അപമാനിക്കാൻ ശ്രമിക്കുന്നത്. അത് ആത്മവ്യാപാരമില്ലാത്തവന് ഇത് മനസ്സിലാവത്തില്ല. അപ്പോൾ ഇതെന്താ ഇവിടെ സംഭവിക്കുന്നത്? അങ്ങനെ യേശു സാന്നിധ്യം അകന്നു പോയാൽ എ ടൈം മസ്റ്റ് കം വെൻ ദ മൈൻഡ് ടേൺസ് ഫ്രം ഓൾ ദ ഓപ്പോസിറ്റ്സ് ഓഫ് സെൻസ് ആൻഡ് ക്ലിയേഴ്സ് ഇറ്റ് സെൽഫ് ഓഫ് ഇമേജറി. അതുകൊണ്ട് അദ്ദേഹം ഇവിടെ പറയുകയാണ്, എ ടൈം മസ്റ്റ് കം വെൻ ദ മൈൻഡ് ടേൺസ് ഫ്രം ഓൾ ദീസ് ഒബ്ജക്ട്സ് ഓഫ് സെൻസസ്. അതുകൊണ്ടാണ് ഈ പ്രായമാകുമ്പോൾ എല്ലാവരും എന്താ ആധ്യാത്മികതയിലേക്ക് വരുന്നത്. മനസ്സിലായിട്ടുണ്ടോ? എല്ലാം മടുത്തു. ശ്രദ്ധിച്ചിട്ടില്ലേ? എല്ലാവരും റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് വേദോത്സവം തുറക്കും. മടുത്തു. സാധിക്കാത്ത അതല്ല, അങ്ങനെയല്ല, അങ്ങനെ നമ്മൾ പറയരുത്. സാധിക്കാത്തതല്ല, അതൊക്കെ സാധിക്കും. അല്ല, നിങ്ങൾ റിട്ടയർമെൻ്റുള്ള ആൾക്കാരെ ഞാൻ പറഞ്ഞതല്ല, അങ്ങനെ വിചാരിക്കരുത്. പൊതുവെ കണ്ടുവരുന്നത് അങ്ങനെയാണ്. യൗവനകാലത്ത് സൃഷ്ടാവിനെ ഓർക്കാൻ പറ്റുന്നില്ല. കാരണം ഇതാണ് റീസൺ, നമുക്ക് മടുക്കുന്നില്ല. മടുക്കുന്നുണ്ട്. മടുത്തു കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു ജഡീക സാധനത്തെ വെച്ച് റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ മടുക്കുമ്പോൾ അത് മാറ്റി വെച്ചിട്ട് അവിടെ അത്രയും ഫില്ലിങ് യേശു കോൺഷ്യസ്നെസ്, അതായത് ക്രിസ്തു ബോധം, ക്രൈസ്റ്റ് കോൺഷ്യസ്നെസ് വരുമ്പോൾ ഈ ഫില്ലിംഗ് ഉണ്ടാവും, നിറയലുണ്ടാവും. എന്നെ ഒരു ഫാമിലി കാണാൻ വന്നു. അമേരിക്കയിൽ ഉള്ള ഒരു ഫാമിലിയാണ്. അവരെന്നെ കാണാൻ വന്നിട്ട് പറഞ്ഞത്, അവർക്കൊരു കുഞ്ഞുണ്ട്, 10 വയസ്സേ ഉള്ളൂ.
ഈ കുഞ്ഞെനിക്കൊരു അത്ഭുതമായിട്ട് എൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. ഞാൻ പേരും നാളൊന്നും പറയുന്നില്ല, കാരണം അവർ ഈ മെസ്സേജസ് എല്ലാം കേൾക്കുന്നതാണ്. ഒരു ദിവസം ഈ കുഞ്ഞ് ഭയങ്കര കരച്ചിൽ, നിർത്താതെ കരയുകയാണ്. കരയുന്നത് നിർത്തുന്നേയില്ല. കരഞ്ഞ് ഇനി ശ്വാസം മുട്ടുകയാണ്. വീട്ടുകാർക്ക് ഒരു പിടിയും കിട്ടുന്നില്ല ഇതെന്താണ് സംഭവിച്ചത് എന്നുള്ളത്. എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ പോയിട്ട് അവർ മരുന്നും ട്രീറ്റ്മെൻറ്റും എല്ലാം കൊടുത്തിട്ട് തിരിച്ചു കൊണ്ടുവന്നു. ഒരു വിധമൊക്കെ ശാന്തമാക്കി. ഒരു ദിവസം ഞാൻ പണ്ട് ചെയ്തു വെച്ചിരുന്ന ഒരു പാട്ട് എപ്പോഴോ പ്ലേ ചെയ്തു. ഈ കുഞ്ഞിന് 10 വയസ്സേ ഉള്ളതെന്ന് ആലോചിക്കണം. ഇവൻ ഓടി വന്നിട്ട് പറഞ്ഞു, "Don't put that song, please, I will start crying." ഇവൻ ഈ പാട്ട് കേൾക്കുമ്പോൾ ആ മാതാപിതാക്കൾ പറയുന്നത്, ഇവൻ ഈ പൗലോസ്ലീഹ പറഞ്ഞ പോലെ 3-ാം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നാണ്. ആ പാട്ട് മറ്റൊരു പാട്ടൊന്നുമല്ല, നമ്മൾ ആരാധനയിൽ ഉപയോഗിക്കുന്ന ഒരു പാട്ടാണ്. ഞാൻ നോക്കട്ടെ, അതുണ്ടെങ്കിൽ ഞാനിപ്പം പ്ലേ കേൾപ്പിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ടിട്ടുള്ള പാട്ടൊക്കെയാണ്. ഈ പാട്ടാണ് കേൾക്കുമ്പോഴാണ് ഈ കുഞ്ഞിന് പ്രത്യേകമായൊരു അനുഭവം ഉണ്ടായി. കുഞ്ഞ് യേശു എന്ന് പറഞ്ഞാൽ ഇവൻ ഭയങ്കര ഒരു സ്നേഹമാണ് ഇവൻ്റെ ഉള്ളിൽ. ഞാനിത് എന്തിനാ പറഞ്ഞതെന്നറിയാമോ? റിട്ടയർ ആവണമെന്നില്ല ഇതിന്. യേശു കോൺഷ്യസ്നെസ് ഒരാളുടെ ഉള്ളിലേക്ക് കയറാൻ റിട്ടയർ ആവണമെന്നില്ല. കുറിയാക്കോ സഹതായി നോക്കൂ നിങ്ങൾ മേളോട്ട്. അത് ദൈവം കൊടുക്കുന്നതാണത്. ഞാൻ അവരോട് പറഞ്ഞു, സൂക്ഷിച്ച് വെച്ചോളാൻ പറഞ്ഞു. കാരണം ഇത് നഷ്ടപ്പെട്ടു പോകരുത്, ഇത് നമ്മൾ നിലനിർത്തണം. കർത്താവെന്ന് കേൾക്കുമ്പോൾ ഇവന് കരച്ചിൽ വരും. ഇവനാ രക്ഷണ്യ പ്രവർത്തികളെയൊക്കെ ഇവൻ ധ്യാനിക്കുകയാണ്. 10 വയസ്സ്. ഇതാണ് പാട്ട്. ഇത് പാട്ട് കേൾക്കുമ്പോൾ ഇവൻ അങ്ങ് സ്വർഗത്തിൽ ചെന്നിട്ട് അവിടെ നിന്ന് ആരാധിക്കുന്ന പോലൊക്കെ ഇവൻ അനുഭവപ്പെടുകയാണ്. ഇതാണ് പാട്ട്. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഇതിന് പ്രായമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഈ പ്രായമാകുമ്പോൾ കൂടുതലും ദൈവസേനയിൽ അടുക്കുന്നതിൻ്റെ കാര്യം, നമ്മൾ പലതും മടുത്തു. അത് ആദ്യമേ ഈ മടുപ്പീര് നടക്കുന്നുണ്ട്. ഇതിനെ റീപ്ലേസ് ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് ആദ്യം അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത്. അതുകൊണ്ട് ഈ പ്രകൃതിയിലുള്ളത് ഇമ്പോർട്ടൻ്റായി വരികയാണ്. ആ ഇമ്പോർട്ടൻസിനെയാണ് തടുത്ത് നിർത്തണം എന്ന് കർത്താവ് പറയുന്നത്. കാരണം അങ്ങനെ തടുത്ത് നിർത്തിയെങ്കിൽ മാത്രമേ എനിക്കവിടെ പ്രവർത്തിക്കാനുള്ള അവസരമുള്ളൂ. ഇനിയും താഴോട്ട് പറയുന്ന ആ ഭാഗം നമുക്കിപ്പോൾ ഉടനെ തന്നെ അവസാനിപ്പിക്കാം. താഴോട്ട് പറയുകയാണ്, എ ടൈം മസ്റ്റ് കം വെൻ ദി മൈൻഡ് ടേൺസ് ഫ്രം ഓൾ ഒബ്ജക്ട്സ് ഓഫ് ദ സെൻസസ് ആൻഡ് ക്ലിയേഴ്സ് ഇറ്റ് സെൽഫ് ഓഫ് ഇമേജറി. ഇതെല്ലാം ഇമേജറിയാണ്, നിഴലുകളാണ്. നമ്മളീ കാണുന്ന ലൗകികമായ എല്ലാ സുഖങ്ങളും നിഴലുകൾ മാത്രമാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ദ ഐ ഓഫ് ദ ബോഡി ആൻഡ് ദ ഇമാജിനേഷൻ being then shut, the inward eye of the spirit is opened. ശ്രദ്ധിച്ചോളണം.
നമ്മൾ ഈ മടുക്കുന്ന സാധനത്തെ അകറ്റി നിർത്തിയാൽ പതുക്കെ നമ്മുടെ ബാഹ്യ ഇന്ദ്രിയങ്ങൾ എന്ന് തന്നെ ഇപ്പം പറയാം, ഇവിടെ കണ്ണ് മാത്രമേ പറയുന്നുള്ളൂ, അടയും. ബാഹ്യ കണ്ണ് അടയുമ്പോൾ അകത്തെ കണ്ണ് പതിയെ തുറക്കുമ്പോൾ the soul recollected and concentrated within herself can see herself for what she is and rise above herself to the vision of God. അപ്പോഴാണ് നമ്മുടെ ഈ ഹൃദയബോധ വിചാരങ്ങൾക്കും ആത്മാവിൻ്റെയും യഥാർത്ഥ സ്പിരിച്വൽ നേച്ചർ നമുക്ക് മനസ്സിലാകുകയും നമ്മൾ ക്രൈസ്റ്റ് സെൻറ്റേഡ് ആണെങ്കിൽ അവിടെ നിന്ന് ഉയരുകയും ചെയ്യും. Rise above herself to vision of God, whose images and likeness she bears. അതായത് അവൾ എന്തിൻ്റെ രൂപസാദൃശ്യമായിരുന്നു ആ രൂപസാദൃശ്യത്തിലേക്ക് അവൾ നിർദ്ദേശിച്ചത് ബോധവിചാര മണ്ഡലങ്ങളും ആത്മാവും ആ രൂപസാദൃശ്യത്തിലേക്ക് അടുക്കുവാനുള്ള ആഗ്രഹം വർദ്ധിക്കും. There is a supreme mode of contemplation indeed in which the soul seized and uplifted by God forgets all created things. ഇവിടെയാണ് ആ മറ്റേ പോയിന്റ് വരുന്നത്. അതായത് ഒന്നുകൂടെ ശ്രദ്ധിച്ചോ, there is a supreme mode of contemplation. ഈ ഒരു തലത്തിൻ്റെ ഒരു ഹയർ സ്റ്റേജ് ഉണ്ട്, സുപ്രീം ലെവൽ. അവിടെ എന്താ സംഭവിക്കുന്നത്? in which the soul seized and uplifted by God forgets all created things. ഈ കുഞ്ഞിന് ചിലപ്പോൾ സംഭവിച്ചാൽ അങ്ങനെയായിരിക്കാം. അങ്ങ് അപ്ലിഫ്റ്റ് ചെയ്ത് ഈ ലോകത്തുള്ള സർവ്വതും പെട്ടെന്ന് മറന്നു പോവുകയാണ്, ഇൻക്ലൂഡിങ് ഹെർസെൽഫ് എന്ന് പറഞ്ഞാൽ സോളിൻ്റെ കാര്യം പറയുന്നത്. അതിനെ തന്നെ മറന്നിട്ട് ദൈവത്തിലേക്ക് അങ്ങ് ഉയരുകയാണ്. ആൻഡ് ദിസ് സ്റ്റേറ്റ് ഓഫ് ഇഗ്നറൻസ് ഈസ് കോൾഡ് ഇൻഫിനിറ്റ് ഇഗ്നറൻസ്. അല്ല, മനസ്സിലായോ? അതായത് നമ്മൾ ഇതെല്ലാം മറക്കുകയാണ്. ഓൺലി ക്രൈസ്റ്റ്. നമ്മൾ ഈ ലോകത്തിൽ ഇതൊക്കെ ഈ ഒരു സാധാരണ ജീവിതം നയിക്കുന്നവർക്ക് സാധ്യമാകുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ സാധ്യമായിട്ടുള്ളവരുണ്ട്, അത്രയേ ഉള്ളൂ എനിക്ക് മറുപടി പറയാൻ. ഇത്രയേ ഉള്ളൂ. യേശുവിന് അല്ലെ ദൈവത്തിന് പ്രഥമ സ്ഥാനം. നിൻ്റെ ദൈവകർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതൊക്കെയാണ്. അതിലേക്ക് എത്തിപ്പെടുമ്പോൾ സർവ്വതും മറന്നുപോകുന്നു, നമുക്ക് അറിവില്ലാതാകുന്നു. ഈ അറിവില്ലാതാകുന്ന അവസ്ഥയാണ് ഇൻഫിനിറ്റ് ഇഗ്നറൻസ് എന്ന് പറയുന്നത്. മറ്റൊരു രീതിയിൽ കർത്താവ് ഇതിനെ പറഞ്ഞിരിക്കുന്നത് ആത്മാവിൻ്റെ ദാരിദ്ര്യം എന്നാണ്. അങ്ങനെയുള്ളവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. കണ്ടില്ലേ, സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് നമ്മളെല്ലാം മറക്കുമ്പോഴാണ് നമ്മളെ ആ അനുഭവത്തിലേക്ക് എത്തിപ്പെടുത്തുന്നത്. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. ആ മിസ്റ്റിക് ലെവലിലേക്കാവും. ഇത് മിസ്റ്റിക് ലെവലാണ് ഇതെല്ലാം. ഇതൊക്കെയും കൂടെ അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് എത്തിപ്പെടാനാവാത്ത മണ്ഡലമാണ് എന്നൊക്കെ നമുക്ക് തോന്നും. ഈ മിസ്റ്റിക് ലെവൽ എന്ന് പറഞ്ഞാൽ സമാധിയായിട്ട് ഗുഹയിൽ പോയിരിക്കുക എന്ന് മാത്രമൊന്നുമല്ല അർത്ഥം. കുടുംബജീവിതം നയിക്കുന്ന മിസ്റ്റിക്സുകളുണ്ട്. എത്യോപ്യയിലുള്ള ഓർത്തഡോക്സുകാരൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങളിതെല്ലാം കേട്ട് അയ്യോ ഇനി എന്തെല്ലാം കിടക്കുന്നു എന്നൊന്നും കണ്ട് ഭാരപ്പെടുകയൊന്നും വേണ്ട. നമുക്ക് ദൈവത്തെ വിളിച്ച് സമാധാനമായിട്ട് വചനമൊക്കെ വായിച്ച് കർത്താവിൻ്റെ അടുത്തിരുന്ന് കർത്താവുമായിട്ട് ഒരു മധുര സംഭാഷണമൊക്കെ ഉണ്ടാക്കി ഈ മാത്യുസൻ പാപ്പച്ചൻ ചെയ്തതുപോലെ ഇരുന്നാൽ മതി. ബാക്കി കർത്താവാണ് ഇതിനെ വളർത്തുന്നത്. നമ്മളൊന്നും എഫർട്ട് എടുക്കരുത്, ഒന്നിനും എടുത്താൽ നടക്കില്ല. കാരണം കർത്താവ് വന്നിട്ട് നിയമങ്ങൾ ടൈറ്റാക്കിയതേ ഉള്ളൂ, ലൂസാക്കിയില്ല. പക്ഷെ പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട്, അവൻ ചെയ്തോളും. പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട്, അവൻ ചെയ്തോളും. സഹകരിച്ചു കൊടുത്താൽ മാത്രം മതി, വേദമൊന്നും ചെയ്യണ്ട. നിങ്ങളെ മിസ്റ്റേക്കല്ല, അതിനപ്പുറത്തേക്ക് കൊണ്ടുപോകും. ദൈവനാമം മഹത്വപ്പെടട്ടെ. നമുക്ക് ഇന്നത്തെ ധ്യാനചിന്തകൾ അവസാനിപ്പിച്ച് ദൈവസന്നിധിയെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം.